നല്ല അടിപൊളി സ്പൈസിയും പിന്നെ നല്ല ജ്യൂസി മീറ്റ് ആയിട്ടുള്ള ഒരു ബീഫ് റിബ്സ് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ഡിഷ്. സാധാരണ ബീഫ് ബ്രേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വൈൻ യൂസ് ചെയ്തിട്ടാണ് ബ്രേസ് ചെയ്യുക. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസ് ആണ്. നമ്മൾ നാടൻ മസാലകളൊക്കെ വെച്ച് എന്റെ വേർഷൻ ഓഫ് ഒരു ബീഫ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബീഫ് റിബ്സ് പറഞ്ഞൊന്നുമില്ല, ബീഫിന്റെ വാരിലാണ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം ഷോർട്ട് റിബ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിക്കാൻ കിട്ടുന്നതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുകളിലത്തെ ഭാഗത്ത് ആദ്യം 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ cayenne പെപ്പർ, സാധാ മുളക് പൊടി ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, അതിൻ്റെ മുകളിൽ പെപ്പർ പൗഡർ, ഇതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ആ മീറ്റ് നല്ലപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ബൈൻഡ് ആവണം. നമ്മൾ അപ്പുറത്തെ സൈഡ് മറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ബാക്കിയുള്ള നമ്മൾ നേരത്തെ ഇട്ട എല്ലാ പൊടികളിട്ട് നല്ലപോലെ എല്ലായിടത്തേക്കും മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. മൂടി വെച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ അടിപൊളി. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു പാത്രം, നല്ല ഹെവി ബോട്ടം ആയിട്ടുള്ള ഒരു പാത്രം, ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് യൂസ് ചെയ്യണത്. ഒരു 10 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ബീഫിൻ്റെ ഈ കഷ്ണം എടുത്തിട്ട് ഇറച്ചിയുള്ള ഭാഗമാണ് നമ്മൾ എണ്ണയിലേക്ക് വെക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത്തിരി കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് നേരെ മറിച്ചിടാം. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ സൈഡും ഓരോ മിനിറ്റ് വീതം നമുക്ക് മൊരിച്ചെടുക്കാം. മുകളിലേക്കും താഴേക്കും സൈഡിലേക്കും ഒക്കെ മൊരിച്ചെടുക്കാം. നമ്മൾ ഇനി ഇത് വേവിക്കൂട്ടാ, പേടിക്കണ്ട. ഇത് വെറുതെ ആ ഔട്ടർ സ്കിന്നും ആ ഭാഗങ്ങളൊക്കെ നല്ലോണം മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. ആ കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബീഫിനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നമുക്കൊരു കുക്കറിനുള്ളിലേക്ക് വെക്കാം. 2 കപ്പ് ഓറഞ്ച് ജ്യൂസ് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ നമുക്ക് അടയ്ക്കാം. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റീം ഹൈ ഫ്ലെയിമിൽ വെക്കാം. സ്റ്റൗവിലെ ഏറ്റവും വലിയ തീ ഏതാണോ അതിലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമുള്ള ആ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ഏറ്റവും ലോ സെറ്റിങ്ങിൽ വെച്ച് ഒരു മണിക്കൂർ നമ്മൾ ഇതിനെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഈ സെയിം എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഈ ബീഫ് മൊരിച്ചെടുത്ത എണ്ണയില്ലേ, ആ എണ്ണയുടെ ഉള്ളിലേക്ക് 2 സവാള ഒന്നിട്ട് 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുമല്ലോ. ഒരു 3-4 അതായത് അല്ലി വെളുത്തുള്ളിയും അതിനൊപ്പം ക്വാണ്ടിറ്റി വരുന്ന രീതിയിലുള്ള ഇഞ്ചി വെറുതെ ഒന്ന് ചതച്ചാൽ മതി. ആ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നല്ലോണം മൊരിയിക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൊരിയിക്കാം. രണ്ട് മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ വഴറ്റാം. തക്കാളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞു തുടങ്ങില്ലേ, ആ സമയത്ത് നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊരിഞ്ഞ മണം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അടുത്തത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിതിൽ സ്പൈസ് ഭയങ്കര കുറച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അപ്പോൾ ഈ ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ക്ലീനായിട്ട് അടിപൊളിയായിട്ട് എന്താ പറയുക നല്ല മസാലയായിട്ട് ഉണ്ടായി കാണിക്കാം. എന്നിട്ട് നല്ലപോലെ മുരിയിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മളുടെ മസാല, നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്ന മസാല. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞു കിട്ടാം. കുക്കറിൽ ഇതിന് ബീഫിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വെച്ച ബീഫും നമ്മളിനി കുക്കർ തുറന്നെടുക്കുമ്പോൾ ബീഫും കണ്ട നീളിഞ്ഞിട്ടും. അപ്പോൾ ഇത് ഒരാൾക്കുള്ള സെർവിങ് ആണ് കേട്ടോ. ഞാൻ ഇതിനെടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പറിലേക്കാണ് മാറ്റുന്നത്. 1 ടേബിൾ സ്പൂൺ തൈര് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ, ആ മസാല എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ മൊത്തം അങ്ങോട്ട് ഇങ്ങനെ അത് കവർ ചെയ്യണ രീതിയിൽ നല്ലപോലെ ഇങ്ങനെ പൊത്തി വയ്ക്കാന്ന് പറയില്ല, അങ്ങനെ തന്നെ പൊത്തി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു നാരങ്ങ എടുത്ത് അതിങ്ങനെ സ്ലൈസ് ചെയ്ത് നമുക്കതിൻ്റെ മുകളിൽ നാരങ്ങയും വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ അലുമിനിയം ഫോയിൽ എടുത്ത് ചുരുട്ടി വയ്ക്കാം.
അലുമിനിയം ഫോയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നു വേണ്ട. പറമ്പേ പോവാ, മതിലുമ്പ് കയറുക, 2 വാഴല പൊട്ടിക്കുക. എനിക്കിവിടെ വാഴല കിട്ടാൻ ഒരു വകുപ്പില്ല. അപ്പൊ ബേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓവനിൽ ചെയ്യാണ്ട് നമ്മൾ സ്റ്റൗമ്മ ചെയ്യാനാണ്. അപ്പൊ ഞാനൊരു പഴയ പാത്രമാണ് ഇതിൽ അടിയിൽ വെക്കാൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഉള്ളിൽ നമ്മൾ വേറെ പാത്രം വെച്ച് കുറെ നേരം ബേക്ക് ചെയ്യുമ്പോൾ ഈ പാത്രം കേടായി പോകാൻ പാടില്ലല്ലോ. പ്രീ ഹീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ തന്നെ ഈ ഫോയിലിന്റെ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിം ഇട്ടാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്ക് ഒരു 20 മിനിറ്റ് അതിനവിടെ വെക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ കുറച്ച് സാധനങ്ങൾ ബാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള സാധനം. 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് ഈ കുക്കറിലേക്ക് വെക്കാം. എന്നിട്ട് ആ കുക്കർ ഇങ്ങനെ മാന്തി എടുക്കുക. കുക്ക് ചെയ്ത ആ സെയിം പാത്രം തന്നെ, പാൻ തന്നെ യൂസ് ചെയ്തത്. ആ പാനിലേക്ക് ഇത് ഒഴിച്ചിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. റെഡ്യൂസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ വറ്റിച്ചെടുക്കാൻ പോവാണ്. വറ്റിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരു കാരമലൈസ് ആയിട്ടുള്ള ഒരു സോസ് പോലെയോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ബീഫിൻ്റെ റിബിനെ പുറത്തേക്ക് എടുക്കാം. ഒരു ടീസ്പൂൺ കൂടി നമ്മളുടെ യോഗട്ട് അല്ലെങ്കിൽ തൈര് അത് മുകളിൽ കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത്തിരി ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്ലേസ് ഇല്ലേ, നമ്മൾ ബാക്കി വന്ന ആ ചാറ് വെച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുത്ത സാധനം, അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സവോളയുടെ മസാല അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് നല്ലോണം ഉള്ളിലേക്ക് അതിൻ്റെ മസാലയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്കിനി ഇതിൻ്റെ എല്ലുമതി ഇത് ഊരി നോക്കാം. കണ്ട ബീഫ് വെന്ത ആ അത്രയധികം അത് വെന്ത് അതിൻ്റെ ഉള്ളിൽ സ്ലോ കുക്ക് ചെയ്ത് വെന്തിരിക്കുന്ന കാരണം ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റണം. ഈ എല്ല് നമുക്ക് എടുത്ത് കളയാം. ഈ എല്ല് നമുക്ക് വേണ്ടത് വേണമെങ്കിൽ കുറച്ച് നക്കിയിട്ട് എടുത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള ഭാഗമാണ് കേട്ടത്. അപ്പോൾ നമുക്കിനി ഈ ഇറച്ചി നമുക്ക് മുറിച്ചേക്കാം. കണ്ട എന്തൊരു സോഫ്റ്റ് നോക്ക്, നല്ലപോലെ മസാല പിടിച്ച ആ എരിവും എല്ലാതും കൂടി പിടിച്ചിരിക്കണം. മണം ഇങ്ങനെ നല്ലപോലെ വരുന്നുണ്ട്. ഇതിൽ നമ്മളൊരു വ്യത്യാസം വരുത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടിനെന്റൽ കുക്കിങ്ങിൽ ഇവരെപ്പോഴും ബീഫ് ബ്രേസ് ചെയ്യുന്നത് ഓവനിലാണ് ബ്രേസ് ചെയ്യണത്. അതൊരു 3-4 മണിക്കൂറാണ് അവർ ബ്രേസ് ചെയ്യാൻ വെക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു ഹാക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്കറിൽ വേവിച്ചു. അവർ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നില്ലല്ലോ, നമ്മളിൽ പ്രഷർ കുക്കർ ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 മണിക്കൂർ കുക്കിംഗ് ടൈം എന്നുള്ളത് നമ്മൾ 1 മണിക്കൂറായിട്ട് കുറഞ്ഞത് അങ്ങനെയാണ് കേട്ടോ. ആ സോഫ്റ്റ് ബീഫ് ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ എന്താ പറയുക, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓ ഒരു രക്ഷയില്ല, അടിപൊളി. ആ ഞങ്ങളുണ്ടാക്കിയ മസാല ഇല്ലേ, അത് ശരിക്കും ആ ബീഫും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നല്ലോണം. അത് എന്താ പറയുക, ബീഫിന് നല്ല സ്പൈസിയും ആ ഫ്ലേവറും ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസിൻ്റെ ഫ്ലേവർ, ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു ചെറിയ മധുരം, പിന്നെ എന്താ പറയുക നമ്മൾ ഒഴിച്ച തൈരില്ലേ, തൈരിൻ്റെ ടേസ്റ്റ്, എല്ലാതും വേറെ വേറെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പോരാം. അപ്പോൾ ആഹാ വായിൽ വെക്കുമ്പോൾ ഇങ്ങനെ മെൽറ്റായി പോവാന്ന് പറയുന്നത്, ഇറച്ചി മെൽറ്റായി പോവാന്ന് പറയുന്നത്, ആ ഒരു ഫീലിംഗാണ് നമ്മളിത് തിന്നുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ പോയാലും എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വല്ല റെസിപ്പി, നിങ്ങൾ വല്ലതും ട്രൈ ചെയ്യണം, ഞാൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരേണ്ടവരെ ടാറ്റാ.